ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിലും അതുപോലെ തന്നെ +1 ഫിസിക്സിലും നിങ്ങളെ ഒരുപോലെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നിങ്ങളെ മാത്രമല്ല എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഒരു നമ്പർ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എല്ലാം ബൈഹാർട്ടായിട്ട് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ആ റൂൾസ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അത് പറയുന്നതനുസരിച്ചുകൊണ്ട് മാത്രം നോക്കുകയാണെങ്കിൽ പല ചോദ്യങ്ങൾക്കും പല നമ്പറിന്റെയും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ പലർക്കും സാധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഒരൊറ്റ വീഡിയോ കാണുന്നതിലൂടെ തന്നെ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഏത് നമ്പർ തന്നാലും അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ അടിപൊളിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനുള്ള വളരെ ഈസി ആയിട്ടുള്ള ട്രിക്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ടെക്സ്റ്റിൽ കുറച്ച് റൂൾസ് ഓരോരോ പോയിന്റുകളായിട്ട് പറയുന്നുണ്ട്. ആ പോയിന്റുകൾ ഒന്നും തന്നെ വായിച്ച് നോക്കാതെ വളരെ ഈസി ആയിട്ട് തന്നിരിക്കുന്ന നമ്പറുകളുടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ട്രിക്സിലോട്ട് കടക്കാം. ഒരു റൂളും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതില്ല, ഈ ഒരു ക്ലാസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു നമ്പർ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് നിങ്ങളോട് ചോദിക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം 1 മുതൽ 9 വരെ, അതായത് നോൺ സീറോ ഡിജിറ്റുകൾ 1 2 3 4 5 6 7 8 9 തന്നിരിക്കുന്ന നമ്പറുകളിൽ ഈ നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഇവരെല്ലാവരും എന്താണ്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്, ഓഫ് കോഴ്സ്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷനും ആർക്കും വേണ്ട. ഇനി സീറോ സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത് സീറോന്റെ പൊസിഷൻ വെച്ചുകൊണ്ടാണ്. ഒരു നമ്പർ ആരംഭിക്കുമ്പോൾ സീറോയിൽ നിന്ന് ആരംഭിക്കാം. എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു നമ്പർ ആരംഭിക്കുമ്പോൾ സീറോയിൽ നിന്ന് ആരംഭിക്കാം. അങ്ങനെയുള്ള സീറോകളെ പറയുന്ന പേര് ലീഡിംഗ് സീറോസ് ആണ്. ഇതുകൊണ്ടോ ലീഡിംഗ് സീറോസ്. ഒരു നമ്പർ ആരംഭിക്കുമ്പോൾ സീറോയിൽ നിന്നാണെങ്കിൽ അതൊക്കെ എന്താണ്? ലീഡിംഗ് സീറോസ് ആണ്. ഇനി വേറെ ഏതെങ്കിലും നോൺ സീറോ ഡിജിറ്റിന് ഇടയിൽ സീറോ വരാം. അവരെയൊക്കെ ട്രാപ്പ്ഡ് സീറോ, ഇടയിൽ കിടക്കുന്ന സീറോ ട്രാപ്പ്ഡ് സീറോ. ഇവിടെ ട്രാപ്പ്ഡ് സീറോ ഉണ്ട്, ഇവിടെ ട്രാപ്പ്ഡ് സീറോ ഉണ്ട്, ഇവിടെ ട്രാപ്പ്ഡ് സീറോസ് ഉണ്ട്, ഇവിടെയൊക്കെ ട്രാപ്പ്ഡ് സീറോസ് ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ട് പൊസിഷൻ ക്ലിയർ ആയേ. ഇനി ഒരു നമ്പർ അവസാനിക്കുന്നത് സീറോയിലാണെങ്കിൽ അതിനെയാണ് ട്രailing സീറോ എന്ന് പറയുന്നത്. ആകെ 3 പൊസിഷനിൽ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഒരു നമ്പറിന്റെ ആരംഭത്തിൽ സീറോ ഉണ്ടായിരിക്കാം, ഒരു നമ്പറിന്റെ അവസാനത്തിൽ സീറോ ഉണ്ടായിരിക്കാം, ഇടയിൽ സീറോ ഉണ്ടായിരിക്കാം. റെഡി? അവസാനിക്കുന്ന സീറോകളെ പറയുന്ന പേര് ട്രailing സീറോ. ട്രailing സീറോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കാണാം. ഇതൊക്കെ എന്താണ്? ട്രailing സീറോസ് ആണ്. റെഡി? അപ്പോൾ ഈ സീറോന്റെ പൊസിഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇത് സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഒരു നമ്പർ ആരംഭിക്കുന്നത് സീറോയിൽ നിന്നാണെങ്കിൽ ആ നമ്പറിൽ പോയിന്റ് ഉണ്ടെങ്കിലും ശരി, പോയിന്റ് ഇല്ലെങ്കിലും ശരി, ഒരു നമ്പർ ആരംഭിക്കുമ്പോൾ സീറോ ആണ് ആരംഭിക്കുന്നതെങ്കിൽ ആ സീറോ ഒന്നും തന്നെ സിഗ്നിഫിക്കന്റ് അല്ല, നോൺ സിഗ്നിഫിക്കന്റ്. NS എഴുതിയത് നോൺ സിഗ്നിഫിക്കന്റ് ആണ്. അതൊന്നും എന്തല്ല? സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പോൾ ആരംഭഘട്ടത്തിൽ സീറോ ഉണ്ടെങ്കിൽ, ഒരു നമ്പറിന്റെ ആരംഭത്തിൽ സീറോ ഉണ്ടെങ്കിൽ അതൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. അതൊന്നും നിങ്ങൾ സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കണക്കാക്കരുത്, കൗണ്ട് ചെയ്യരുത്. റെഡി? ഇനി ഇടയിൽ കിടക്കുന്ന സീറോ ട്രാപ്പ്ഡ് സീറോ. ഈ ട്രാപ്പ്ഡ് സീറോസ് എല്ലാം തന്നെ, അതായത് രണ്ട് നോൺ സീറോ ഡിജിറ്റിനിടയ്ക്ക് അഥവാ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് ഇടയിൽ കിടക്കുന്ന സീറോസ് എല്ലാം തന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഇതെല്ലാം എന്താണ്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്പർ അവസാനിക്കുന്നത് സീറോയിലാണ് എന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത് ആ നമ്പറിൽ എവിടെയെങ്കിലും ഡെസിമൽ പോയിന്റ് ഉണ്ടായിരിക്കണം. ഈ പോയിന്റിനെയാണ് ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത്. 0.5.9 എന്ന ഈ പോയിന്റിനെ ഡെസിമൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ് ഉള്ളതും ഡെസിമൽ പോയിന്റ് ഇല്ലാത്തതുമായിട്ടുള്ള നമ്പർ നോക്കണം. അതായത് ഒരു നമ്പർ അവസാനിക്കുന്നത് സീറോയിൽ നിന്നാണെങ്കിൽ ആ സീറോ സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത് അതിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ്. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ആ സീറോ എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം, അത് പോയിന്റിന് ശേഷം അവസാനിക്കുന്ന എല്ലാ നമ്പറുകളും എത്ര സീറോസ് ഇട്ടിട്ട് പോകാൻ പറ്റുമോ അത്ര സീറോ ഇട്ടിട്ട് പോകാൻ പറ്റുമെന്നല്ല, ആ നമ്പറിൽ എത്ര സീറോ ഉണ്ടോ ആ സീറോസ് എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ആ നമ്പറിൽ എവിടെയെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഇനി ആ നമ്പറിൽ എവിടെയും ഡെസിമൽ പോയിന്റ് ഇല്ല. 2000 ഡെസിമൽ പോയിന്റ് ഉണ്ടോ? 2000.0 അതിൽ ഡെസിമൽ പോയിന്റ് ഇല്ലേ? അപ്പൊ ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പറുകളാണെങ്കിൽ അവസാനം കിടക്കുന്ന സീറോ എന്നെന്തല്ല? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അല്ല, നോൺ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നുണ്ട്. 1 മുതൽ 9 വരെയുള്ള നോൺ സീറോ ഡിജിറ്റുകളെല്ലാം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. സീറോ സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത് അതിന്റെ പൊസിഷൻ നോക്കിയിട്ടാണ്. ഒരു നമ്പർ ആരംഭിക്കുമ്പോൾ സീറോ ആണെങ്കിൽ അതൊക്കെ ലീഡിംഗ് സീറോ, അതൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. ഇടയിൽ കിടക്കുന്ന സീറോ ഒക്കെ ട്രാപ്പ്ഡ് സീറോ ആണ്, അതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. അവസാനിക്കുന്ന നമ്പറുകളെ ട്രailing സീറോസ് എന്നാണ് പറയുക. ആ സീറോസിനെ, ആ ട്രailing സീറോ സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത് അതിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ്.
ഒരു നമ്പർ അവസാനിക്കുന്നത് സീറോയിലാണ് എങ്കിൽ അതിലെവിടെയെങ്കിലും ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ആ സീറോ എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. അതിൽ ഡെസിമൽ പോയിന്റ് ഇല്ല എങ്കിൽ അതൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. ഈ പറഞ്ഞ ഐഡിയ മാത്രം വെച്ചുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന ഇത്രയും ചോദ്യങ്ങൾക്ക് ആൻസർ ഒക്കെ നിങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഞാൻ വേഗം പറഞ്ഞു പോകുന്നുണ്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇതിൽ സീറോ ഒന്നും തന്നെ ഇല്ല, അപ്പൊ ഒരു കൺഫ്യൂഷനും വേണ്ട. നോക്കുക, 2 സിഗ്നിഫിക്കന്റ് ആണ്, 4 സിഗ്നിഫിക്കന്റ് ആണ്, 6, 8. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. റെഡി? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അടുത്തത് എടുക്കുകയാണെങ്കിൽ 4ഉം 2ഉം 3ഉം 2ഉം ഇതെല്ലാം എന്താണ്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഇനി ഈ സീറോയും ഈ സീറോയ്ക്ക് സിഗ്നിഫിക്കന്റ് ആണോ? ഇതെല്ലാം ട്രാപ്ഡ് സീറോ അല്ലേ, ഇടയിൽ കിടക്കുന്ന സീറോ അല്ലേ? ഇതെല്ലാം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. അതിനാൽ തന്നെ 1, 2, 3, 4, 5, 6 6 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇതിലുള്ളത്. എത്ര എണ്ണമാണ് ഉള്ളത് എന്നാണ് ചോദിക്കുക. അതാണ് എഴുതിയിരിക്കുന്നത്, 6 എണ്ണം. റെഡി? ഇനി ഇതിൽ ഏതൊക്കെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞേ? 8 എന്ന് പറയുന്ന സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്, 4ഉം സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ഈ 8നും 4നും ഇടയിൽ കിടക്കുന്ന സീറോ ട്രാപ്ഡ് സീറോ. ഈ ഇടയിൽ കിടക്കുന്ന സീറോ ട്രാപ്ഡ് സീറോ. ഈ 2 ട്രാപ്ഡ് സീറോയും സിഗ്നിഫിക്കന്റ് ആണ്. ഇനി നമ്പർ ആരംഭിക്കുന്ന സീറോ ആണ്. ഈ 2 സീറോനെ പറയുന്ന പേരാണ് ലീഡിങ് സീറോ. ഈ രണ്ട് സീറോ എന്താണ്? ലീഡിങ് സീറോ. ലീഡിങ് സീറോ ഒന്നും തന്നെ എന്തല്ല? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അല്ല. അതിനാൽ തന്നെ ഇതിൽ 1, 2, 3, 4 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കുക, 4ഉം 6ഉം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. റെഡി? മുന്നിൽ കിടക്കുന്ന സീറോ ലീഡിങ് സീറോ ഒന്നും തന്നെ സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല. ഈ അവസാനം കിടക്കുന്ന 2 സീറോ അതിനെയാണ് നമ്മൾ ട്രailing സീറോ എന്ന് പറയുന്നത്. ഇതിനെയാണ് ട്രailing സീറോ എന്ന് പറയുന്നത്. ട്രailing സീറോയിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടോ? ഉണ്ട്. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. അപ്പൊ മൊത്തത്തിൽ 1, 2, 3, 4 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഒരു നമ്പർ ഇൻറ്റു 10 എന്ന് എന്ത് തന്നാലും അതൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. അതൊന്നും 10ന്റെ പവറായി തന്നിരിക്കുന്ന നമ്പറിനെ ഒന്നും നിങ്ങൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ കണക്കെടുക്കുക പോലും ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇവരെ ഒന്നും നമ്മൾ കണക്കാക്കാനേ പാടില്ല. വെട്ടിപ്പോ ഇതൊന്നും നമ്മൾ കണക്കിലെടുക്കുക, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ എടുക്കരുത്. 5.9 മാത്രം ഇതിലെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നിങ്ങൾ നോക്കേണ്ടത്. 5ഉം സിഗ്നിഫിക്കന്റ് ആണ്, 9ഉം സിഗ്നിഫിക്കന്റ് ആണ്. ടോട്ടലായിട്ട് അവിടെ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. അല്ലാതെ 5.9 ഇൻറ്റു 1000 അല്ലേ? ഇത് 1000 10⁻³ എന്ന് പറഞ്ഞാൽ 1000 അല്ലേ? അപ്പോൾ 5900 എന്നൊന്നും പറഞ്ഞ് എഴുതി നിൽക്കരുത്. പോയിന്റ് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഓവറാക്കാൻ നിൽക്കരുത്. അങ്ങനെ ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് 10ന്റെ പവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ആ പവർ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ കണക്കിലെടുക്കരുത്. 6.02 × 10⁻23 10⁻23 എടുത്ത് മാറ്റിയേക്കുക. ബാക്കി 6 സിഗ്നിഫിക്കന്റ് ആണ്, 2ഉം സിഗ്നിഫിക്കന്റ് ആണ്. 0 എന്ത് സീറോ ആണ്? ഈ സീറോ ഏത് ടൈപ്പ് സീറോ ആണ്? ട്രാപ്ഡ് സീറോ. ട്രാപ്ഡ് സീറോ എല്ലാം എന്താണ്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. മൊത്തത്തിൽ അവിടെ 4 എണ്ണമാണുള്ളത് അല്ലേ? 4 എണ്ണമാണുള്ളത്. അടുത്തതോ 0.0007 അവസാനം കിടക്കുന്ന 7 സിഗ്നിഫിക്കന്റ് ആണ്. ഫ്രണ്ടിൽ കിടക്കുന്ന ഈ 4 സീറോ ലീഡിങ് സീറോ. ലീഡിങ് സീറോസ് ഒന്നും തന്നെ എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ഇവിടെ ഒരൊറ്റ സിഗ്നിഫിക്കന്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. ഇത് നോക്കൂ, 0.000700. അതിൽ 7 എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ആണ്. ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പറുകൾ, ഫ്രണ്ടിൽ കിടക്കുന്ന സീറോസ് ഒക്കെ നോൺ സിഗ്നിഫിക്കന്റ് ആണ്. അവസാനം കിടക്കുന്ന 2 സീറോ ട്രailing സീറോ ആണ്. ഇതിൽ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് ആ ട്രailing സീറോ സിഗ്നിഫിക്കന്റ് ആണ്. മൊത്തത്തില് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. നോക്കൂ, 34.034 അതില് 3ഉം 4ഉം സിഗ്നിഫിക്കന്റ് ആണ്. 3ഉം 4ഉം സിഗ്നിഫിക്കന്റ് ആണ്. ഇടയിൽ കിടക്കുന്ന സീറോ ട്രാപ്ഡ് സീറോ സിഗ്നിഫിക്കന്റ് ആണ്. മൊത്തത്തിൽ 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. 2ഉം 1ഉം സിഗ്നിഫിക്കന്റ് ആണ്. ഇടയിൽ കിടക്കുന്ന സീറോസ് ഒക്കെ ട്രാപ്ഡ് സീറോ ആണ്. ട്രാപ്ഡ് സീറോസ് ഉള്ളത് ടോട്ടലായിട്ട് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. 1, 2, 3, 4, 5 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇതിലുള്ളത്. ക്ലിയർ അല്ലേ? 100ൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 സിഗ്നിഫിക്കന്റ് ആണ്. അവസാനം കിടക്കുന്ന സീറോസ് ഒക്കെ ട്രailing സീറോസ് ആണ്. ഇതിൽ എവിടെയും ഡെസിമൽ പോയിന്റ് ഇല്ല. അതിനാൽ ഇതൊന്നും എന്തല്ല? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അല്ല. അവിടെ ഒരൊറ്റ സിഗ്നിഫിക്കന്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. പക്ഷെ 100.0ൽ നിങ്ങൾ നോക്കിക്കേ, 1 സിഗ്നിഫിക്കന്റ് ആണ്. അവസാനം കിടക്കുന്ന സീറോസ് ഒക്കെ എന്താണ്? ട്രailing സീറോയിൽ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതും സിഗ്നിഫിക്കന്റ് ആണ്, ഇതും സിഗ്നിഫിക്കന്റ് ആണ്. മൊത്തത്തിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. സാർ 100ഉം 100.0യും ഒന്ന് തന്നെയല്ലേ സാർ? പോയിന്റ് ശേഷം 0 ഒക്കെ വന്ന അതൊക്കെ സാർ ഇതൊക്കെയാണ്. ഇത് നിങ്ങൾ നോർമലി നമ്പറുകൾ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യുന്ന ഒരു കേസാണ്. ഇത് സയൻസിന്റെ ടേമിൽ യൂണിറ്റ് കൺവേർഷനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന ഒരു ടേമാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്.
തന്നിരിക്കുന്ന നമ്പറിൽ ഏതൊക്കെ ഡിജിറ്റ് ആണ് സിഗ്നിഫിക്കന്റ് എന്നുള്ളതാണ് ചോദ്യം, അല്ലാതെ ഇവരുടെ വാല്യൂ അല്ല. നിങ്ങൾ പറയുക 100ഉം 100.0 ഒന്നല്ലേ, അവരുടെ മൂല്യമാണ് ഒരേപോലെ വരുന്നത്, മാഗ്നിറ്റ്യൂഡാണ്. പക്ഷേ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കൗണ്ടിൽ എടുക്കുമ്പോൾ ഈ റൂൾ ഒബേ ചെയ്യണം എന്നിട്ടേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. 1.0ലും 1ലുമുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണം പറഞ്ഞേ. 1ലാണെങ്കിൽ ഒരൊറ്റ സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. 1.0ലാണെങ്കിൽ 1ഉം സിഗ്നിഫിക്കന്റ് ആണ്, 0 സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ 0 എന്തുകൊണ്ട് സിഗ്നിഫിക്കന്റ് ആയി? അതിൽ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട്. ട്രailing 0യിൽ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട്. അപ്പോൾ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. 2 സിഗ്നിഫിക്കന്റ് ആണ്. ഫ്രണ്ടിൽ കിടക്കുന്ന സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. ഒരു നമ്പറിന്റെ ആരംഭത്തിൽ കിടക്കുന്ന സീറോസ് ആണ് സിഗ്നിഫിക്കന്റ് അല്ലാത്തത്. ലീഡിങ് സീറോ സിഗ്നിഫിക്കന്റ് അല്ല. പിന്നെ എന്താണ് അവസാനം കിടക്കുന്ന ഈ 3 സീറോ, 1 2 3, ഈ 3 സീറോ സിഗ്നിഫിക്കന്റ് ആണോ? ആണ്. ഇത് ട്രailing സീറോസ് ആണ്. ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. റെഡി? ഇനി ഈ 2 സിഗ്നിഫിക്കന്റ് എത്ര എണ്ണിയില്ലല്ലേ നമ്മള്? 1 2 3 4 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. ദെൻ ഇതിൽ നോക്കുക, 2 എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണോ? ആണ്. ഫ്രണ്ടിൽ കിടക്കുന്ന സീറോ എന്താണ്? ലീഡിങ് സീറോ. ലീഡിങ് സീറോസ് ഒന്നും തന്നെ എന്തല്ല, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അല്ല. ദെൻ ഇവിടെ 1. ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഇതിനോടൊപ്പം എന്നേക്കാൾ വേഗത്തിൽ ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ക്ലാസ്സിലുള്ള മുഴുവൻ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കുക. ഉറപ്പായും ഈ ഓണപരീക്ഷയ്ക്കും വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിനും അതിനുശേഷം വരാൻ പോകുന്ന എല്ലാ എക്സാം പബ്ലിക് എക്സാമിനും അടക്കം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നിന്ന് ഫിസിക്സിലും കെമിസ്ട്രിയിലും +1 കെമിസ്ട്രിയിലും +1 ഫിസിക്സിലും ഒരുപോലെ തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എങ്ങനെ ചോദിച്ചാലും എന്റെ മക്കൾ എല്ലാവരും കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ച് ലൈക്ക് പറയാൻ താഴത്തെ കമന്റ് ബോക്സിൽ ലൈക്ക് ബട്ടൺ വിചാരിക്കുന്നു. പിന്നെ അടുത്ത ക്ലാസ് കിട്ടില്ല ടോപ്പിക്. താങ്ക് യു.